ശക്തമായ കാറ്റിലും മഴയിലും മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. കുന്നത്തുനാട്ടിൽ കിണറിടിഞ്ഞതാണ്. ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശൂരും കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആലപ്പുഴ എടത്വ തലവടിയിൽ പുലർച്ചെ മരം വീണ് വദനശ്ശേരിയിൽ ബാലൻ നായരുടെ വീട് ഭാഗികമായി തകർന്നു. പിഞ്ചു കുഞ്ഞുൾപ്പെടെ ഉറങ്ങിക്കിടന്നവർ അപകടം കൂടാതെ രക്ഷപ്പെട്ടു. ഒരു 3 മണിയായപ്പോഴായിരുന്നു മരം വീണത്. അടുത്ത പറമ്പിലെ മരമാണ് വീണത്. അത് ശക്തിയായിട്ടൊരു കാറ്റ് വന്ന് മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാനും കൂടെ കിടക്കുന്നിടത്തായിരുന്നു. കേട്ട് ചാടി എഴുന്നേറ്റ് കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുമായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു. എന്നാലും എടുത്തോണ്ട് ഓടി. ഒന്നും പറ്റിയില്ല, ആപത്തിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റാതെ എടുത്ത് അടുത്ത മുറിയിലോട്ട് ഓടുമായിരുന്നു. മുറിയെല്ലാം പോയി കിടക്കുക. തലവടി ചിറ്റടുത്ത് വർക്കീത്തരേന്റെ വീടിന് മുകളിലേക്കും മരം വീണു. കോട്ടയത്തും മഴക്കെടുതി രൂക്ഷമാണ്. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രാങ്കണത്തിലെ വൻ കാഞ്ഞിരമരം വീണ് ആനക്കൊട്ടിലും നടപ്പന്തലും തകർന്നു. KK റോഡിൽ കഞ്ഞിക്കുഴിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം നോർത്ത് പറവൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകർന്നു. കോട്ടുവള്ളി സ്വദേശി ഷീബയുടെ വീടാണ് തകർന്നത്. വികലാംഗ കൂടിയായ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബം ബന്ധുവീട്ടിലേക്ക് മാറിയതിനാൽ ആളപായമുണ്ടായില്ല. കുന്നത്തുനാട് മുടക്കുഴയിൽ കിണറിടിഞ്ഞു. മുടക്കുഴ സ്വദേശി നാരായണന്റെ കിണറാണ് ഇടിഞ്ഞത്. അറക്കപ്പടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കെട്ടിടത്തിന് സാരമായ നാശം സംഭവിച്ചു. തൃശൂർ തളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ മരം വീണ് 2 പോസ്റ്റുകൾ ഒടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് തെങ്ങ് വീണ് വീട് തകർന്നു. തളിക്കുളത്ത് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി നശിച്ചു. വെള്ളിക്കുളങ്ങര മേഖലയിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.